നിങ്ങൾ UK-യിലോ അയർലൻഡിലോ അമേരിക്കയിലോ സ്പെയിനിലോ ജോലി ചെയ്യുന്ന 1 വർഷമായി നേഴ്സിംഗ് ജോലി ചെയ്യുന്ന നേഴ്സാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ മാടി വിളിക്കുന്നു ഓസ്ട്രേലിയ. ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് നേഴ്സിംഗ് ജോലിക്കായി അപ്ലൈ ചെയ്തു തുടങ്ങാം. കൂടുതൽ വിശദീകരണങ്ങളുമായി ഫെബിൻ ഇൻവർട്ടിസ്. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ട് ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ ഇന്നലെ ഒരു അപ്ഡേറ്റ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും നാൾ വിദേശത്തു നിന്നുള്ള നേഴ്സുമാരെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ക്രൈറ്റീരിയയിൽ നിന്ന് വലിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് അവർ പുതിയൊരു ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് UK, അയർലൻഡ്, സ്പെയിൻ തുടങ്ങി 6ഓളം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ നേഴ്സ് ആകണമെങ്കിൽ ഇത്രയും നാളുണ്ടായിരുന്ന കടമ്പ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എല്ലാ കോമ്പറ്റൻസി എക്സാമുകളും നിങ്ങൾ പാസ്സാകണമായിരുന്നു. അതല്ല എങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ന്യൂസിലാൻഡിൽ നിന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഇത്രയും നാളുണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ 1 വർഷത്തിൽ കൂടുതൽ UK-യിലോ അയർലൻഡിലോ സ്പെയിനിലോ അമേരിക്കയിലോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടും എന്നുള്ളൊരു അപ്ഡേറ്റാണ് ഇന്നലെ വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 2025 ഈ ഒരു അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ ഈ റൂട്ടിൽ കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ട് വിവരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. എന്നാലും അറിയാൻ സാധിച്ച പ്രകാരം ഈ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്ന ഒരു 500 പൗണ്ടിന് താഴെയാണ് നിലവിൽ ഇതിനുള്ള കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇത് നഴ്സുമാർക്കുള്ള നല്ലൊരു ഓപ്ഷനായിട്ട് മാറും. കാരണം ഇത്രയും കാലം നഴ്സുമാർ ഓസ്ട്രേലിയയിൽ പോയിക്കൊണ്ടിരുന്നത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കുകയും ആ രജിസ്ട്രേഷൻ ഓസ്ട്രേലിയയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനകത്ത് കഴിഞ്ഞ വർഷം ഒരു മാറ്റം കൊണ്ടുവന്നിരുന്നത് കഴിഞ്ഞ വർഷം ജൂലൈക്ക് ശേഷം ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ CBT മോസ്കി എക്സാം പാസ്സാകണമെന്നുള്ള ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു റൂട്ട് വന്നിരുന്നു. എന്നാൽ ഈ പുതിയ റൂട്ട് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് നഴ്സുമാർക്ക് ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്ത് ഒരു ജോലി മേടിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതനുസരിച്ച് നിങ്ങൾ അറിയിക്കാം. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അറിയുന്നവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 2017 ശേഷം UK-യിലോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളിൽ വർക്ക് ചെയ്തവരും അറ്റ്ലീസ്റ്റ് 1800 മണിക്കൂറെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ റൂട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു മേച്ചിൽ പുറം തേടുന്ന നേഴ്സുമാർക്ക് ഒരു സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത്. ആഗ്രഹമുള്ളവർ ഏപ്രിൽ മുതൽ അപ്ലൈ ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം, താങ്ക് യു.